കാഞ്ഞങ്ങാട് തണ്ണോട്ട് തിടിലിൽ CPIM കൊടിമരവും സ്തൂപവും തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുവാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് സംഭവമെന്ന് CPIM നേതാക്കൾ കുറ്റപ്പെടുത്തി. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. തണ്ണോട്ട് തിടിലിൽ CPIM കൊടിമരവും സ്തൂപവും തകർത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. CPIM വിലക്കുവാങ്ങിയ 5 സെന്റ് സ്ഥലത്ത് സ്ഥാപിച്ച സ്തൂപവും കൊടിമരവുമാണ് നശിപ്പിച്ചത്. സംഭവസ്ഥലം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ തുടങ്ങിയവർ സന്ദർശിച്ചു. സംഭവത്തിൽ BJP പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചു. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള BJP നീക്കത്തിൽ CPIM രാവണേശ്വരം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. വളരെ സമാധാനപരമായിട്ടുള്ള ആളുകൾ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു സ്ഥലത്ത് സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ചിലർ ഇരുട്ടിൻ്റെ മറവിൽ നടത്തിയിരിക്കുന്നത്. CPIMന് സ്തൂപം നശിപ്പിച്ചുകൊണ്ടോ പതാക എടുത്തുകൊണ്ടുപോയതുകൊണ്ടോ തകർക്കാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ എത്രയോ കാലമായി ഈ പാർട്ടിയെ നിങ്ങൾ വേട്ടയാടുന്നു. തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരാജയവും വിജയവും എല്ലാം ഉണ്ടാകുന്നതാണ്. 100 വർഷത്തേക്ക് അധികാരത്തിൽ വരില്ല ഇനി കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ നാടാണിവിടെ. 100 സീറ്റുമായി ആ വാക്കിൻ്റെ വാർത്ത വന്ന് മഷിയുണങ്ങുന്നതിന് മുമ്പ് അധികാരത്തിൽ വന്ന നാടാണ് കേരളം എന്നോർക്കുന്ന നന്ന്. അതുകൊണ്ട് CPIMനെ പതാക നശിപ്പിച്ചുകൊണ്ടും സ്തൂപം നശിപ്പിച്ചുകൊണ്ടും, പ്രത്യേകിച്ച് രാവണേശ്വരം കർഷക സമരത്തിലൂടെ ജന്മിത്വത്തിനെതിരായി പോരാടി ചുവന്ന മണ്ണാണ് രാവണേശ്വരം. ആ രാവണേശ്വരത്തിൻ്റെ മണ്ണിൽ നിന്നും CPIMനെ തുടച്ച് നീക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധം നാട്ടിലുയർന്നു വരും. പ്രത്യേകിച്ച് സമാധാനപരമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവരെ ജനങ്ങൾ അവരുടെ സ്ഥാനം ചവറ്റുകോട്ടയിലായിരിക്കും. ശക്തമായി പ്രതിഷേധിക്കുക. പാർട്ടിയും ബഹുജന സംഘടനകളെല്ലാം ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. CPIMൻ്റെ ഒരു ഓഫീസ് അടുത്ത നാളുകളിൽ ഇവിടെ വരും എന്നതിൽ വിരളി പൂണ്ടിട്ടാണ് ഇത്തരമൊരു അക്രമത്തിന് മുതിർന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. T രാജൻ അധ്യക്ഷനായി. K രാജേന്ദ്രൻ, O മോഹനൻ, ദാമോദരൻ തണ്ണോട്ട്, A ശ്രീധരൻ, രതീഷ് വെള്ളന്തട്ട എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.